നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പട്ടാപ്പകൽ കരുനാഗപ്പള്ളിയിൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ച് ഒരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഗുണ്ടാ സംഘം. ഒരു നിസ്സംഗതയോടെ ഇത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജനം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നോവ കാറിലെത്തിയ കൊലയാളി സംഘം മുഖം പോലും മറച്ചിരുന്നില്ല. അവർ ഇന്നോവ കാർ തുറന്ന് നൊടിയിടയ്ക്കുള്ളിൽ പുറത്തേക്കിറങ്ങി. 1.5 മിനിറ്റിനുള്ളിൽ അതിക്രൂരമായ കൊലപാതകം. അലുവ അതുൽ എന്ന കുപ്രസിദ്ധ ഗുണ്ട സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്നെത്തിയ മറ്റൊരു ഇന്നോവ കാർ പിന്നീട് മാരുതി സ്വിഫ്റ്റിനെ ഇടിച്ച് കുഴിയിലേക്കിടുന്നു. കാറിൽ നിന്ന് ചാടിയിറങ്ങി തൊട്ടടുത്ത കുഴിയിൽ കിടക്കുന്ന കാറിന് നേർക്ക് വടിവാൾ ഉപയോഗിച്ച് അതിക്രൂരമായ ആക്രമണം. പിന്നീട് ഡ്രൈവർ സീറ്റിൽ നിന്ന് അലുവ അതുൽ എന്ന ഒരു ഗുണ്ടയെ വലിച്ച് താഴേക്കിടുന്നു. അതിനുശേഷം അവനെ 1.5 മിനിറ്റിനുള്ളിൽ തലങ്ങും വിലങ്ങും വെട്ടിക്കൊലപ്പെടുത്തുന്നു. മറുവശത്ത് പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ ജനങ്ങൾ ഈ ദാരുണ കാഴ്ച നോക്കി നിൽക്കുന്നു. ദേശീയപാത വഴി ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ആർക്കും ഒന്നിറങ്ങാൻ ധൈര്യമില്ല. ഒന്ന് നേരെ നിന്ന് ചോദിക്കാൻ ധൈര്യമില്ല. അക്രമികൾ പോയതിനു ശേഷമാണ് ആളുകൾ തടിച്ചുകൂടിയത്. അതിൽ പരിക്കേറ്റ് രക്തം വാർന്ന് ആരും എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ അവിടെ കിടക്കുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് അലുവ അതുലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മരണം സ്ഥിരീകരിച്ചു. പകൽ വെളിച്ചത്തിൽ കേരളത്തിലെ ദേശീയപാതയുടെ അരികിൽ വെച്ച് ഇത്ര വലിയ ക്രൂരമായ ആക്രമണം നടത്തിയ പ്രതികൾ പിന്നീടവർ രക്ഷപ്പെട്ട വാർത്ത നമ്മെ നടുക്കി. ഇന്നലെ രാവിലെ 11:15 വാഹനത്തിലെത്തിയ 4 ഗുണ്ടാ സംഘമാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. ജിം സന്തോഷ് വധക്കേസിലെ 2ാം പ്രതിയായ അലുവ അതുൽ എന്ന ഗുണ്ടയെയാണ് അവർ വകവരുത്തിയത്. കൊല്ലപ്പെട്ട അലുവ അതുലും ഒട്ടേറെ കേസുകളിലെ പ്രതി. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് പിന്നിൽ. ജിം സന്തോഷിനെ വധിച്ച അലുവ അതുലിനെ എതിർ സംഘം കൊലപ്പെടുത്തി. സിനിമാ ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കും വിധമുള്ള കൊലപാതകം. എന്നാൽ പ്രതികൾ എളുപ്പത്തിൽ കടന്നു കളഞ്ഞത് കേരള മനസ്സാക്ഷിയെ നടുക്കി. പോലീസിന് നേർക്ക് പലരും ആരോപണങ്ങൾ ഉയർത്തി. എന്നാൽ പോലീസ് അതിസാഹസികമായി അലുവ അതുലിനെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടിയ സംഭവം. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രതികൾ. പോലീസിനെ വെട്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികളെ ഒടുവിൽ രാത്രി 11 മണിക്ക് മുണ്ടക്കയത്തിന് സമീപം വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന രഹസ്യ വിവരം. ഇതിനെ തുടർന്ന് പോലീസ് സംഘം അവരെ പിന്തുടർന്നു. മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ പോലീസ് പരിശോധനയ്ക്കിടയിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീട് കേരളം കാണുന്നത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പ്രതികളെ പിന്തുടരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ജോൺസൺ വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ശരിക്കും കേരളത്തിൻ്റെ ഒരു ഹീറോ തന്നെ. പ്രതികളെ പിന്തുടരാൻ ജോൺസൺ തിരഞ്ഞെടുത്തത് ഒരു പിക്കപ്പ് ലോറി. ലോറിയിൽ പ്രതികളുടെ വാഹനത്തെ ജോൺസൺ പിന്തുടർന്നു. ഒടുവിൽ പ്രതികളെ തടയാനായി താൻ സഞ്ചരിച്ചിരുന്ന ലോറി കൊണ്ട് പ്രതികളുടെ വാഹനത്തിൽ ഇടിപ്പിച്ചു. ഇതോടെ പരിഭ്രാന്തരായ പ്രതികൾ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു പോകാനുള്ള ശ്രമം നടത്തി. തുടർന്ന് മുണ്ടക്കയം പുത്തൻചന്ത ഭാഗത്ത് വെച്ച് മറ്റൊരു സ്വിഫ്റ്റ് കാറിൽ പ്രതികളുടെ വണ്ടി ഇടിച്ചു. അപകടത്തിന് പിന്നാലെ മുണ്ടക്കയം മുരിക്കുംവയൽ ഭാഗത്ത് വെച്ച് പ്രതികൾ കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ആദ്യം അവർ തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കയറി. പിന്നീട് കാടുകളിലൂടെ ഓടിമറിഞ്ഞു. ഈ സമയം ജോൺസൺ എ.ജെ ഉടൻ തന്നെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ വിവരമറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ എരുമേലി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വലിയ പോലീസ് സംഘം അവിടെ എത്തി. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ആ പ്രദേശമാകെ തിരച്ചിൽ ആരംഭിച്ചു. രക്ഷപ്പെടാൻ വഴിയില്ലാത്ത പ്രതികൾ ഒടുവിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി. സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറാണ് ജോൺസൺ എ.ജെ. പ്രതികളെ തിരിച്ചറിഞ്ഞതും ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ. തൻ്റെ കൺമുന്നിലൂടെ ഈ കൊലയാളി സംഘം കടന്നു പോകുമ്പോൾ ഒട്ടും വൈകാതെ ഒരു പിക്കപ്പ് ലോറിയിൽ അദ്ദേഹം അവരെ പിന്തുടർന്നു. ഇതുതന്നെയാണ് പോലീസ് ജോലി. പോലീസിൻ്റേത് യഥാർത്ഥ സാഹസികത. സിനിമയിൽ കാണുന്നതിന് സമാനമാണ് ഒടുവിൽ പ്രതികൾ പിടികൂടപ്പെടുന്ന ആ കാഴ്ചയും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മനക്കരുത്തിന് മുന്നിൽ പ്രതികളെ കീഴടക്കാൻ നിഷ്പ്രയാസം കൊലപാതക ദിവസം തന്നെ കഴിഞ്ഞത് കേരളത്തിൻ്റെ പോലീസിന് ഒരലങ്കാരമാകുന്നു. പോലീസിനെ വെട്ടിച്ച് മുരിക്കുംവയൽ ഭാഗത്തെത്തിയ പ്രതികൾ അവിടെയുള്ള ഒരു വീടിന് പിന്നിലിരുന്ന് മദ്യപിക്കാനും ശ്രമം നടത്തി. ജോൺസൺ എ.ജെ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് റോഡുകളിൽ ബസ്സുകൾ കുറുകെയിട്ട് പത്മവ്യൂഹം തീർത്തിരുന്നു. പുറത്തേക്ക് വാഹനവുമായി കടന്നാൽ ആ വഴികളിലൂടെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പ്രതികൾ മനസ്സിലാക്കി. തങ്ങൾക്ക് പരിചിതമല്ലാത്ത നാട്.
മുണ്ടക്കയം മുരിക്കുംവയൽ പ്രദേശത്തെ ജനങ്ങൾ സാധാരണക്കാരാണ്, ഗ്രാമവാസികൾ. അതുകൊണ്ട് തന്നെ പോലീസിനൊപ്പം അവരും ചേർന്നു ഈ തിരച്ചിലിന്. മുണ്ടക്കയം പുഞ്ചവയൽ ഭാഗത്തേക്ക് കടന്ന ഇവർ ഒരു സ്കൂളിന് സമീപത്ത് വെച്ചാണ് തങ്ങളുടെ വാഹനം ഉപേക്ഷിച്ചത്. ഇതേ തുടർന്ന് പ്രതികൾ സഞ്ചരിച്ച വാഹനം കൊണ്ടുപോകാനായി എത്തിയ റിക്കവറി വാഹനത്തിന്റെ ഡ്രൈവർ ഒളിച്ചിരുന്ന പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളെ പിടികൂടുമ്പോൾ നാട്ടുകാരുടെ വലിയ സഹകരണം. ഒടുവിൽ പോലീസ് പ്രതികളെയുമായി പുറത്തേക്ക് നടക്കുമ്പോൾ നാട്ടുകാർക്കും ആവേശം. എല്ലാ നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി ദേശീയപാത പോലൊരു സ്ഥലത്ത് പട്ടാപ്പകൽ അവർ നടത്തിയ ക്രൂര കൊലപാതകം. എന്നിട്ടും കേരളത്തിൽ നിന്ന് അവർക്ക് സുഗമമായി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് പോലീസിന് സംഭവിക്കുന്ന വലിയ വീഴ്ചയായി മാറിയേനെ. ജിം സന്തോഷ് വധക്കേസിലെ രണ്ടാം പ്രതി ഓച്ചിറ മടത്തിൽക്കാരായ കൃഷ്ണവിലാസം വീട്ടിൽ അലുവാതുൽ എന്ന് വിളിക്കുന്ന അതുൽ എന്ന 31കാരനെയാണ് കൊലപ്പെടുത്തിയത്. ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു പ്രതിയായ മനുവിനും ഗുരുതരമായ പരിക്കേറ്റു. അരുംകൊലയുടെ നടുക്കത്തിലാണ് സംഭവത്തിന് സാക്ഷികളായവർ. കൃത്യം നടക്കുന്ന സമയത്ത് ഒട്ടേറെ വാഹനങ്ങളായിരുന്നു പാതയുടെ ഇരുവശങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവരിൽ പലരും വാഹനം നിർത്തി നോക്കുന്നതൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഇന്നോവ കാറിൽ നിന്ന് ആരെയും കൂസാതെ ഇറങ്ങിയ സംഘം 2025 മാർച്ച് 27 പുലർച്ചെ കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര കെട്ടിശ്ശേരിൽ കിഴക്കത്തിൽ ജിം സന്തോഷ് എന്ന സന്തോഷ് കുമാറിനെ ഒരു സംഘം സന്തോഷിൻ്റെ മാതാവിൻ്റെ മുന്നിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. അന്ന് ജിം സന്തോഷിൻ്റെ വീട്ടിലെത്തിയ പ്രതികൾ വീടിന് നേർക്ക് ബോംബ് എറിഞ്ഞ് മാതാവ് കിടക്കുന്ന മുറിയിലേക്ക് ആദ്യം കതക് വെട്ടിപ്പൊളിച്ചാണ് കടന്നു വന്നത്. തുടർന്നാണ് ജിം സന്തോഷിനെ അടുത്ത മുറിയിൽ നിന്ന് വലിച്ചിറക്കി അവർ മാതാവിന് മുന്നിലിട്ട് വെട്ടിക്കൊന്നത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരും ഉൾപ്പെടെ 13 പ്രതികൾ. ഇതിൽ രണ്ടാം പ്രതിയാണ് അലുവ അതുൽ. ജിം സന്തോഷ് വധക്കേസിൽ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം തുടരുന്നതിനിടയിൽ എറണാകുളത്ത് വെച്ച് അതുൽ പിടിയിലാകുന്ന ഘട്ടത്തിലെത്തി. എന്നാൽ കാറിൽ സഞ്ചരിച്ചിരുന്ന ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് അതുൽ മുങ്ങി. തുടർന്ന് തമിഴ്നാട്ടിൽ വെച്ചാണ് പോലീസ് അതുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഈ കേസിൽ ജയിലിലായി ഏതാനും ദിവസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കാറിൽ പോയി ഒപ്പിട്ട് മടങ്ങുമ്പോഴായിരുന്നു ഈ കൊലപാതകം. അലുവ അതുലിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ 9 പേരാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസ് കമ്മീഷണർ M. ഹേമലത പറയുന്നു. ഇതിൽ 5 പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളിലുമൊക്കെ പരിശോധനകൾ കർശനമാക്കിയിരുന്നു എന്ന് ഹേമലത പറഞ്ഞു. ഗുണ്ടകൾ തമ്മിലുള്ള ഗുഡിപ്പകയാണ് ആക്രമണത്തിന് പിന്നിൽ. മുണ്ടക്കയം കോസ്വേയിൽ വെച്ച് ഈ പ്രതികളെ കാണുന്നതിന് മുൻപ് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലെ 26-ാം മൈലിൽ വെച്ച് ഇവരെ തടയാൻ ശ്രമിച്ചിരുന്നു. പകരത്തിന് പകരം ഒരു വർഷത്തിനിടയിൽ 2 കൊലപാതകങ്ങൾ. പുലർച്ചെ 2:15 മണിക്കായിരുന്നു ജിം സന്തോഷിനെ കൊലപ്പെടുത്താൻ അന്ന് ഗുണ്ടാ സംഘം അവിടെ എത്തിയത്. അന്ന് സന്തോഷിന്റെ കാൽ ഒരു വലിയ ചുറ്റിക വെച്ച് ആദ്യം അവർ അടിച്ചു തകർത്തു. അതിനുശേഷം കൈകൾ വെട്ടിമാറ്റി. അക്രമികൾ പോയ ഉടൻ തന്നെ സന്തോഷ് ആംബുലൻസ് സ്വയം വിളിച്ചു വരുത്തുകയായിരുന്നു. സംഘം ആക്രമിക്കാൻ വരുന്ന വിവരം CCTVയിലൂടെ മനസ്സിലാക്കിയ സന്തോഷ് തൻ്റെ സുഹൃത്തിന് വിവരവും അറിയിച്ചിരുന്നു. സുഹൃത്ത് പാഞ്ഞെത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർത്തുപോയി. അതീവ ഗുരുതരാവസ്ഥയിലായി ജിം സന്തോഷിനെ തുടർന്ന് ആശുപത്രിയിലാക്കി. എങ്കിലും അതിനകം മരണപ്പെട്ടു. ഓച്ചിറ സ്വദേശിയായ പങ്കജ് നൽകിയ കൊട്ടേഷനിലാണ് അന്ന് ജിം സന്തോഷിനെ കൊലപ്പെടുത്തുന്നത് അലുവ അതുൽ ഉൾപ്പെട്ട സംഘം. പങ്കജും ജിം സന്തോഷും തമ്മിലുള്ള പക തുടങ്ങുന്നത് മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട്. ഇരുവരും തമ്മിൽ പലപ്പോഴും കത്തിക്കുത്തും കയ്യാങ്കളിയുമൊക്കെ പതിവായിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത്. കരുനാഗപ്പള്ളി നടുക്കിയ നിരവധി ആക്രമണങ്ങൾ, ഒടുവിൽ 2 ക്രൂര കൊലപാതകങ്ങൾ. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയിൽ പതറി നിൽക്കുകയാണ് ഒരു നാട്. ഒപ്പം വിറങ്ങലിച്ച് നിൽക്കുന്ന ജനങ്ങളെയും നമുക്ക് കാണാം. അവിടെ ആശ്വാസമാകുന്നത് ഇന്നലെ പോലീസ് കാട്ടിയ ആ കരുത്തു തന്നെ. ഇന്നലെ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ആ വീര്യം. കേരളത്തിൻ്റെ മിടുമിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.